ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ 2ാമത്തെ ഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. ആദ്യത്തെ ഭാഗത്തിൽ ഫുള്ളായിട്ട് നമ്മുടെ റേഷ്യോ മെത്തേഡ് അല്ലെ, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നായിരുന്നു നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത്. ഇനിയത്തെ ഭാഗത്ത് നമ്മൾ 45 ഡിഗ്രിയും 30 ഡിഗ്രിയും 90 ഡിഗ്രിയും മാത്രമല്ല അല്ലേ, വേറെയും പല ആംഗിൾസുകളുണ്ട്. അപ്പോൾ ഈ 2ാമത്തെ ഭാഗത്തില് മറ്റ് ആംഗിളുകൾ വന്നാൽ എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഭാഗത്തിലോട്ട് കടക്കാം. അത്തരം ആംഗിൾസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതിക്ക് വേണ്ടി ഒരു 3 പ്രധാനപ്പെട്ട ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ 1ാമത്തെ ഇക്വേഷൻ ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ കാണാൻ പഠിക്കുക. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അതേപോലെ തന്നെ കോസ് തീറ്റ ഇക്വേഷൻ കാണാൻ പഠിക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം എന്താണ് അഡ്ജസന്റ് സൈഡ്, എന്താണ് ഓപ്പോസിറ്റ് സൈഡ്, എന്താണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഹൈപ്പോട്ടന്യൂസ് അല്ലെ. അപ്പം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ലാസ്റ്റ് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി എന്താണ് ഓപ്പോസിറ്റ് സൈഡ്, എന്താണ് ഹൈപ്പോട്ടന്യൂസ്, എന്താണ് അതേപോലെ തന്നെ അഡ്ജസന്റ് സൈഡ് എന്ന് ഞാൻ പറയാം. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ, എന്താണത്? കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്ന ഒരു സാധനം, തീറ്റ ദാറ്റ് ഈസ് ആംഗിൾ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, ഈ ഫിഗറിലോട്ടൊന്ന് നോക്കുക. ഈ ഫിഗറിന്റെ അകത്ത് നമുക്കറിയാം, ഈ ഫിഗർ എന്താണ് മക്കളെ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ. അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അതിൽ മാറ്റമില്ല. ഏതെങ്കിലും ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അതിൽ മാറ്റമില്ല. നമുക്കറിയാം 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി അല്ല, സോറി, എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് തന്നെയായിരിക്കും. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 വശങ്ങൾ എങ്ങനെ അഡ്ജസന്റ് സൈഡായി, എങ്ങനെ ഓപ്പോസിറ്റ് സൈഡായി എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിള് തീറ്റയാണ് അല്ലെ, അത് ഇവിടെയാണ്. അതായത് ഈ ആംഗിളാണ് നമ്മൾ തീറ്റ എടുത്തത്. ഏതാണോ നമ്മൾ ആംഗിളായിട്ട് എടുക്കുന്നത് ആ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള വശമായിരിക്കും എന്ത്? ഓപ്പോസിറ്റ് സൈഡ്. ആ ആംഗിളിന് തൊട്ടടുത്തുള്ള വശമായിരിക്കും എന്ത്? ഹൈ. അങ്ങനെ തൊട്ടടുത്തുള്ള വശം എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോട്ടന്യൂസും അഡ്ജസന്റ് സൈഡും തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഹൈപ്പോട്ടന്യൂസ് ആയി പോയത്? ഇത് 90 ഡിഗ്രിക്ക് എതിരെ ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ടന്യൂസ് ആയി. പിന്നെ തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ്. നിങ്ങൾ തീറ്റ നേരെ ഇവിടെയാണ് തീറ്റ ആയിട്ട് എടുത്തതെന്ന് വിചാരിച്ചു. തീറ്റ ഇവിടെയാണ് എടുത്തെങ്കിലും ഹൈപ്പോട്ടന്യൂസ് വ്യത്യാസമില്ല. പക്ഷേ തീറ്റ ഇവിടെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്തായനെ? ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയനെ, ഇതെന്തായനെ? അഡ്ജസന്റ് സൈഡ് ആയനെ. സംഭവം മനസ്സിലായ? അപ്പം നമ്മൾ ഇനി കണക്കുകൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ 3 ഇക്വേഷൻ, ഈ 1ാമത്തെ ഇക്വേഷനും 2ാമത്തെ ഇക്വേഷനും ഈ 3ാമത്തെ ഇക്വേഷനും കാണാൻ പഠിക്കണം. ഏതൊക്കെയാണ് ആ ഇക്വേഷൻസുകൾ? ഏതൊക്കെയാണ്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇത് കാണാതെ പഠിക്കണം. പിന്നീട് ഒരു കാര്യം കൂടെ നമുക്ക് കാണാതെ പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ട്രിഗണോമെട്രിക് ടേബിൾ എന്ന് വിളിക്കും. ട്രിഗണോമെട്രിക് ടേബിളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ആംഗിളുകൾ ഒന്ന് 0 ഡിഗ്രി അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും കഴിയുന്നോട്ടെ, 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി ഇമ്പോർട്ടന്റ്. ഈ 3 ഡിഗ്രീസുകളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. അതേപോലെ നിങ്ങൾ കോസ് 60യും എന്ത് തന്നെയാണ്? 1/2 ആണ്. ഇനി സൈൻ 60 എത്രയാണ്? √3/2. കോസ് 30യും എത്രയാണ്? √3/2 ആണ്. സൈൻ 45ഉം കോസ് 45ഉം എന്ത് തന്നെയാണ്? 1/√2. കാണാൻ പഠിക്കണം ഈ വാല്യൂസ് കാണാൻ പഠിക്കണം. ഇതല്ലാണ്ട് വേറെ ഏത് വാല്യൂ വന്നാലും നമുക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ അത് തരും. ഓക്കെ. പക്ഷെ 30യും 45ഉം 60യുടെയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടാൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/√3. ടാൻ 45ന്റെ വാല്യൂ എത്രയാണ്? 1. ടാൻ 60യുടെ വാല്യൂ എത്രയാണ്? √3. ഈ വാല്യൂസും കാണാൻ പഠിക്കണം. എല്ലാവരും ഒരു നോട്ട്ബുക്കിന്റെ അകത്ത് ഈ വാല്യൂസും ഇതിന് തൊട്ട് മുമ്പ് പഠിപ്പിച്ച എന്താണ് നമ്മുടെ ഇക്വേഷൻസുകളും അല്ലെ, ഈ ഇക്വേഷൻസുകൾ നിങ്ങളൊന്ന് കാണാതെ ബുക്കിന്റെ അകത്ത് എഴുതി വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. എന്താണ്? സൈൻ തീറ്റ പഠിച്ചു, കോസ് തീറ്റ പഠിച്ചു, ടാൻ തീറ്റ പഠിച്ചു, ട്രിഗണോമെട്രിക് ടേബിളും പഠിച്ചു. ഇനി ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. അടുത്ത സെക്ഷൻ, ആദ്യത്തെ പാർട്ടിന്റെ അകത്ത് നമ്മൾ എന്താണ് 30, 60, 90യുടെയും 45, 90യുടെയും പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള കണക്കുകളാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് തന്നെ പോകാം. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ്. ശ്രദ്ധിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ് അല്ലെ. ക്വസ്റ്റ്യൻ വായിച്ചത്, ദ ലെങ്ത് ഓഫ് 2 sides ഓഫ് എ ട്രയാംഗിൾ ആർ 8 centimeter and 10 centimeter and the angle between them is 40 degree. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുവാണ്? ഒരു ട്രയാംഗിളിനെ പറ്റിയാണ് പറയുന്നത്. ഏതോ ഒരു ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്നോ അല്ല ഐസോസെലസ് ട്രയാംഗിൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു ട്രയാംഗിൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ട്രയാംഗിൾ എന്ന് വരയ്ക്കുക. ഇഷ്ടമുള്ള ട്രയാംഗിൾ, എനിക്ക് ഇഷ്ടമുള്ള ട്രയാംഗിൾ ഞാൻ വരച്ചു. ജസ്റ്റ് അതിന് പേരിടുന്നു
എ ബി സി എന്ന് പേരിടുന്നു. പിന്നീട് അവർ പറയുന്നത് എന്താണ്, അതിന്റെ ഒരു വശം ലെങ്ത് ഓഫ് 2 സൈഡ്സ്, ഏതെങ്കിലും 2 വശങ്ങൾ, ഒരെണ്ണം 8 സെന്റിമീറ്ററും ഒരെണ്ണം 10 സെന്റിമീറ്റർ. ശരി, ഞാൻ ഇതിനെ 10 സെന്റിമീറ്റർ എന്ന് എടുത്തു, ഇതിനെ 8 സെന്റിമീറ്റർ എന്ന് എടുത്തു, കുഴപ്പമില്ലല്ലോ. ഇനി ഒരു ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 40 എന്ന് പറഞ്ഞാൽ ഇതുങ്ങളുടെ ഇടയിലുള്ള ഈ 2 സൈഡുകൾക്ക് ഇടയിലുള്ള ഈ സൈഡിന്റെ ഇടയിലുള്ള ആംഗിൾ പറയുന്നുണ്ട് എത്ര ഡിഗ്രിയാണ്, 40 ഡിഗ്രി. കാൽക്കുലേറ്റ്. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ ഏരിയ കണക്കാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ട്രയാംഗിൾ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ഇവിടെ നമുക്ക് ബേസ് എന്തായിട്ട് എടുക്കാം, ബേസ് ഈസ് ഈക്വൽ ടു 10 ആയിട്ട് എടുക്കാം. പക്ഷേ ഹൈറ്റ് ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിരുന്നു ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ സിയിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സി ഡി ആണ് നമ്മുടെ എന്ത്, ഹൈറ്റ്. അപ്പൊ നമുക്ക് സി ഡി ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടി, നമുക്കൊരു 90 ഡിഗ്രി ആംഗിൾ കിട്ടി. ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഞാൻ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. നമ്മളിപ്പം മേഡ് ചെയ്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പേര് പറയാം എ ഡി സി. അതിന്റെ കൂടെ ഇത് എത്ര ഉണ്ട്, 40 ഡിഗ്രി ഉണ്ട്. അതേപോലെ ഹൈറ്റ് നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എത്ര സെന്റിമീറ്റർ ഉണ്ട്, 8 സെന്റിമീറ്റർ ഉണ്ട്. ഇത് എത്ര ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രിയാണ്. 45 ആയിരുന്നെങ്കിൽ നമുക്ക് റേഷ്യോ ഉപയോഗിക്കാം. 40 ആയപ്പോൾ എന്തെടുക്കും, നമ്മൾ ഇപ്പൊ പഠിച്ച മെത്തേഡ്, അതായത് ഇക്വേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ആംഗിൾ തീറ്റ ഉണ്ടല്ലോ, ആംഗിൾ 40 ഡിഗ്രി, അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, 40 ഡിഗ്രി ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നത് എന്താണ്, 8 സെന്റിമീറ്റർ. ആ 90 ഡിഗ്രിക്ക് എതിരെ ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കുക, ഹൈപ്പോട്ടന്യൂസ് ആണ് 8 സെന്റിമീറ്റർ. നമുക്ക് വേണ്ടത് ഈ തീറ്റയായിട്ട് എടുത്ത 40 ഡിഗ്രിക്ക് എതിരെ ഉള്ളതാണ് ഹൈറ്റ് അല്ലെ. അപ്പൊ അതെന്താണ്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡാണ്, നമ്മുടെ എന്ത്, ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ഹൈറ്റ്. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇവിടെ ഹൈപ്പോട്ടന്യൂസും തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡുമായിട്ടുള്ള ബന്ധം നമ്മൾ ആ ഇക്വേഷനിൽ പഠിച്ചിരുന്നു. ആ ബന്ധം എന്തായിരുന്നു, സൈൻ തീറ്റയാണ് എന്ത്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി ഈ വാല്യൂസ് അല്ലേ ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും. സൈൻ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കുക, 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിന്റെ അവിടെ എന്തിടുക, എച്ച് ഡിവൈഡഡ് ബൈ എന്താണ്, ഹൈപ്പോട്ടന്യൂസിന്റെ അവിടെ എന്തിട്ട് കൊടുക്കുക, 8. ഇനി സൈൻ 40യുടെ വാല്യൂ വേണം അല്ലെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ ഒരു വലിയ ടേബിൾ കിടപ്പുണ്ട്. അതിന്റെ അകത്ത് ഇതിന്റെ വാല്യൂ ഉണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് അതിന്റെ വാല്യൂ ക്വസ്റ്റ്യന് തന്നിരിക്കും. നിങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം, സൈൻ 40യുടെ വാല്യൂ എന്ന് പറയുന്നത് കാണാതെ പഠിക്കുക. സൈൻ 40 എന്ന് പറയുന്നത് 0.6428. കാണാതെ പഠിക്കുക എന്നല്ല, പഠിക്കണ്ട, കാരണം ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. തരാത്തത് ഏതാണ്, 45, 30, 60യുടെ വാല്യൂ തരത്തില്ല. ഈ 40യുടെ വാല്യൂ തരും, എത്രയാണ്, 0.6. അപ്പൊ നമുക്ക് ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. നോക്കിയാൽ നമുക്ക് ആ വാല്യൂ സൈൻ 40യുടെ അവിടെ 0.6428 ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ 8. ഇതിനകത്ത് എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 0.6428 ഇൻറ്റു 8. ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 8 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തോ ഇൻറ്റു ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് വരും, എച്ച് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഗുണിക്കാൻ നേരം നമുക്ക് 0.6428 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 5.14 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഹൈറ്റ് എത്ര കിട്ടി, 5. ബേസ് ഇവിടെ എത്ര ഉണ്ട്, ബേസ് നമുക്ക് ഇവിടെ എത്ര ഉണ്ട്, 10 ഉണ്ട്. ഇത് ഈ ബേസിന്റെ വാല്യൂവും ഈ ഹൈറ്റിന്റെ വാല്യൂവും നമ്മുടെ ഇക്വേഷന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, 10 ഇൻറ്റു എച്ചിന്റെ സ്ഥാനത്ത് എന്തെടുക്കുക, 5.14. ഈ 2ഉം ഈ 10ഉം കൂടെ വെട്ടി എന്ത് ചെയ്താൽ 5. ആൻസർ എത്ര കിട്ടും, ആൻസർ എത്ര കിട്ടും നോക്കിയേ. അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 5 ഇൻറ്റു 5.14 എന്ന് പറഞ്ഞാൽ ആൻസർ 25.70 സെന്റിമീറ്റർ സ്ക്വയർ. എന്തുകൊണ്ടാണ് സെന്റിമീറ്റർ സ്ക്വയർ എഴുതിയത്, ഇത് ഏരിയ ആയതുകൊണ്ടാണ് സെന്റിമീറ്റർ സ്ക്വയർ എഴുതിയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. മനസ്സിലാക്കി പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിരിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ അത് ചെയ്തതിന് ശേഷം അതിന്റെ ആൻസർ എനിക്കൊന്ന് കമന്റ് സെക്ഷനിൽ ഇടുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാനത് കൃത്യമായി നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.